എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വേറിട്ട ഒരു വഴിയാണ്. അതിൽ പാർട്ടി ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ റിസൾട്ടിൽ പാർട്ടിയുണ്ട്, റിസൾട്ട് ഉണ്ട്, അതുപോലെ ഉണ്ടാവട്ടെ. നമുക്കിനിയിപ്പം 25 അവസാനം നമുക്കൊരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഫലമുണ്ടാവണം. 26 അത് നമുക്ക് വളരണം. ഒരിക്കലും പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള പാർട്ടികളെ കുറിച്ചൊക്കെ എന്താ ചോദിക്കുക? 10 വർഷം കഴിഞ്ഞ് ഇത്രയും കാലം ഒരുപക്ഷെ എത്രയോ 5 വർഷം കൂടുമ്പോഴാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഫലമായിടത്തെല്ലാം നിങ്ങൾ ഉടനെ പിന്നെ എഴുതള്ളാനൊക്കത്തില്ല. ശ്രമമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പുതിയ നേതൃത്വം വരുന്നു. ഈ 2026 എന്താകുമെന്നാണ് സുരേഷ് ഏട്ടൻ കാണുന്നത്? അതല്ലാതെ തന്നെ നമുക്കൊരു വ്യക്തമായ ഒരു തെര്യപ്പെടുത്തലുണ്ട് കേരളത്തിൽ. ഇതും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇസ് ഗോയിങ് ടു ബി എ കാറ്റലിസ്റ്റ്. ആത്മവിശ്വാസം അല്ലെങ്കിലും ചോർന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇതൊരു കാറ്റലിസ്റ്റാണ്. ഡൽഹിയിൽ നല്ല ബന്ധമുള്ള നേതാവാണ്. അപ്പോൾ അത് കേരളത്തിന് പൊതുവെ ഗുണകരമായിരിക്കില്ല. ഉറപ്പായും കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്. താങ്കൾ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുണ്ട്. അതെല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഞാനുണ്ട്, ജോർജ് കുര്യൻ സാറുണ്ട്. കഴിഞ്ഞ കൗൺസിലിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, കൗൺസിലിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരുണ്ട്. ഇതെല്ലാം ഒരു വലിയ ഒരു വലയം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഞാൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടിമ്പറിന് ഒരു എക്സ്ട്രാ ബോൺ കൂടെ വന്നിരിക്കും. ഒരു വലിയ മാറ്റം ഉറപ്പായും. ആശാസമരവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പാട്ടിനെ മന്ത്രി തന്നെ അവഹേളിച്ചിട്ടുണ്ട്. ഓരോരുത്തർ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. ഞാനത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ കാണും. അതൊരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ മന്ത്രിയാണ്. ആയിക്കോട്ടെ എന്ന് അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. അവരെ എന്റർടൈൻ ചെയ്യട്ടെ, അത്രയും. എങ്ങനെ അതിന്റെ വഴിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ എന്തിനാണ് IMA വിഷമത്തിലാക്കുന്നത്? എനിക്കത് താല്പര്യമില്ല. താവണിപ്പന്തൽ പാടി കൂടെ കളിച്ചു എന്നാണ് പറയുന്നത്. നമുക്കെപ്പോഴും അവരെന്തവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്, അവർക്ക് അവരുടെ അടുത്തേക്ക് ചെന്നത്, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് പിന്നീട് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചെന്നിരുന്നു. ഇനിയും പോകാൻ തയ്യാറാണ്. കാരണം എൻ്റെ ശ്രമം അല്ലെങ്കിൽ എന്നെ അവിടെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കളുടെയൊക്കെ എൻ്റെ ശ്രമത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല, നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട്. സംസ്ഥാന സർക്കാർ പറയുന്ന കേന്ദ്ര സ്കീമാണ്. എന്താണ് നഡ്ഡാജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. അദ്ദേഹം വളരെ ഡെലിജന്റ് ആയിട്ടല്ലേ പറഞ്ഞത്. സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആശാമാരെ ഒന്നും സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങനല്ലേ നിർത്തിയത്? അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇവർ ചോദിക്കുന്ന 21,000 കിട്ടണമെങ്കിൽ നിർണായക റോള് ഞാൻ ഡിജിറ്റ്സിലേക്കൊന്നും സഹമന്ത്രി കൂടിയാണല്ലോ. അതിന്റെ ഒരു ഇടപെടൽ വേണ്ടേ? മൈക്ക് നോക്കണോ? എനിക്ക് മനസ്സിലായി. ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ അലവൻസ് ഒക്കെ കൂട്ടേണ്ടത് കേന്ദ്രമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. 2005 ഇത് കൊണ്ടുവന്ന ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് ചോദിക്കും.
2005 ഈ പദ്ധതി കൊണ്ടുവന്നു എന്ന് ഘോരം അവകാശപ്പെടുന്ന ആൾക്കാരില്ലേ പാർലമെന്റിൽ, അവരോട് ചോദിക്കൂ. അവർ രാഷ്ട്രീയം കലർത്താതെ 20 വർഷത്തിലൂടെ വളർച്ചയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ ആവശ്യപ്പെടും, നിങ്ങൾ ആവശ്യപ്പെടും, ഞാനല്ലല്ലോ. ഐ എം നോട്ട് ദ മാസ്റ്റർ. BJP പുതിയ നേതൃത്വം വന്നു, കൂടുതൽ സമയം പാർട്ടി പ്രവർത്തനത്തിന് കൂടുതൽ സമയം പ്രതീക്ഷിക്കാമോ? ഇനി പുതിയ നേതൃത്വം വരികയാണ്, അപ്പം ഇനി കൂടുതൽ സമയം സുരേഷ് ഏട്ടൻ പാർട്ടി പ്രവർത്തനത്തിൽ സാധ്യതയുണ്ട്? ഞാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള, എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്, അത് തന്നെ ഇനിയും തുടരും. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ എൻ്റെ ഞാൻ സിനിമയും ചെയ്യുന്ന ആളാണ്, അതനുസരിച്ച്. കാരണം വലിയ ഉത്തരവാദിത്തമാണല്ലോ, കാരണം 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അപ്പോൾ ഒരു ടീമായി ഒരു പുതുമുഖ 2 തെരഞ്ഞെടുപ്പുകളല്ലേ, നമുക്കിനി അങ്ങോട്ട് ഇതിനൊരു നൈരന്തര്യം വേണ്ടേ? ഞങ്ങളുടെ ചില ഗ്രിപ്പുകളിൽ നൈരന്തര്യം വേണ്ടേ? അതിന് സംസ്ഥാനം ബലപ്പെടുത്തുക എന്ന് പറയുന്നത് നിരന്തരമായ പ്രയത്നമല്ലേ, ഒരു ഇലക്ഷനെ മാത്രം മുന്നിട്ട് നിർത്തിയല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോളിയേജ് തന്നെ ഒന്ന് ശക്തമാക്കണ്ടേ? മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മുഴുവൻ സമയം രാഷ്ട്രീയക്കാരല്ലാത്ത ഉറപ്പായിട്ടും അതിന്റെ സ്വീകാര്യതയല്ല, ഇനി അത് ഉത്തരവാദിത്വം കൂടുതലാണെന്ന് തോന്നുന്നു. മറ്റത് നമ്മൾ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ, ഇപ്പൊ കേരളത്തിന്റെ യഥാർത്ഥ സംഘടനാ നേതൃത്വ ശക്തി പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ മുരളീധരനോളം തന്നെ കെൽപ്പും പ്രകടനശേഷി വ്യക്തമാക്കിയ ഒരുപാട് അധ്യക്ഷന്മാരുണ്ട്. ആരെയും നമുക്ക് ഒന്ന് പിൻ ഡൗൺ ചെയ്ത് നമുക്ക് കാണാനോ വിലയിരുത്താനോ സാധിക്കില്ല. എങ്കിലും ശ്രീ മുരളീധരൻ്റെ ആ തരത്തിലുള്ള ഒരു പാടവം എന്ന് പറയുന്നത് പ്രശംസനീയമാണ്. അതിന് മീറുന്ന കഴിവ്, ബേസിക് കഴിവ് അദ്ദേഹത്തിനുണ്ട്, രാജീവ് ചന്ദ്രശേഖറിന്. അത് ഒരു നേതാവെന്ന നിലയ്ക്ക് പ്രകടമാക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങട്ടെ, അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ.